വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാർലി തോമസ് ജയിൽ ചാടിയത്. ജയിലിൽ അധികൃതർ ഇന്ന് രാവിലെ സെൽ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഈ സൗമ്യ വധക്കേസിലെ പ്രതിയായ ചാർലി തോമസ് എന്ന ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ജയിൽ അധികൃതർ ഈ ഗോവിന്ദചാമി കിടന്നിരുന്ന സെല്ല് പരിശോധിച്ചപ്പോഴാണ് ഇയാളെ കാണാനില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ജയിലകം മുഴുവൻ പരിശോധിച്ചപ്പോഴാണ് ഇയാൾ ജയിൽ ചാടി എന്നൊരു വിവരം പുറത്തു വന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 46 വയസ്സുകാരനായ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ ഇന്ന് രാവിലെ മുതൽ ജയിൽ ചാടിയെന്ന വിവരമാണ് ജയിലധികൃതർക്ക് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അതീവ സുരക്ഷ ഉള്ള ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ആ ജയിലിൽ നിന്നാണ് ഈ ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയെന്നൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ആരോപണമാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രമാദമായൊരു കേസായിരുന്നു സൗമ്യ വധക്കേസ്. 2011 ട്രെയിൻ യാത്രയ്ക്കിടെ സൗമ്യ എന്ന യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നായിരുന്നു ഈ ഗോവിന്ദചാമിക്കെതിരെയുള്ള കേസ്. കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചെങ്കിലും മേൽക്കോടതി ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ആ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ജയിൽ ചാടി എന്നൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ജയിലധികൃതർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും അതീവ സുരക്ഷയുള്ള ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. അത്തരമൊരു ജയിലിൽ നിന്ന് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ജയിൽ ചാട്ടം വിവരം പുറത്ത് വന്നിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത്. കാരണം ഇത്രയും ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. നിരവധി തടവുകാർ, അതായത് നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് താങ്ങാവുന്നതിലും അപ്പുറം തടവുകാരുള്ള ഒരു ജയിൽ കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. ആ ഒരു ജയിലിൽ നിന്നാണ് കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ചാടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ജയിലധികൃതർക്ക് വ്യക്തമായൊരു വിവരം ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സാധാരണഗതിയിൽ രാവിലെ എല്ലാ ദിവസവും സെല്ല് പരിശോധിക്കുകയും ഈ സെല്ലിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്യുന്നൊരു സമയമാണ്. അത്തരത്തിൽ രാവിലെ പരിശോധനയ്ക്ക് എത്തിയ സമയത്താണ് ഈ ഗോവിന്ദചാമി എന്ന ചാർലി തോമസിനെ കാണാനില്ല എന്നൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ ഗോവിന്ദചാമി തലേദിവസം സെല്ലിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടി ഇപ്പോൾ സംശയം നിലനിൽക്കുകയാണ്. അത് ഇന്നലെ രാത്രി സെല്ലിലേക്ക് കയറ്റുന്ന സമയത്ത് പരിശോധിച്ചിരുന്നോ എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ സംശയം നിലനിൽക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി. അതെ മിഥുൻ, അതുമാത്രമല്ല, ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ജയിലിൽ നിന്ന്, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ പ്രതി എങ്ങനെ ചാടിപ്പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, അങ്ങേയറ്റം അപകടകാരിയാണ് ഗോവിന്ദചാമി എന്ന ചാർലി തോമസ്. ഒരു തരത്തിലുള്ള കുറ്റബോധവും അയാളെ ഇത്രയും വർഷം പിന്തുടർന്നിട്ടും ബാധിച്ചിട്ടില്ല എന്നുള്ളത് ജയിലിനകത്തുള്ള വൃത്തങ്ങൾ തന്നെ പലപ്പോഴും നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും അപകടകാരിയായ ഒരാൾ ജയിൽ ചാടിയിരിക്കുന്നു, അതും അധികൃതരുടെ അനാസ്ഥയുടെ ഭാഗമായി തന്നെയല്ലേ? കാരണം സുരക്ഷാ സംവിധാനങ്ങൾ അങ്ങേയറ്റമുള്ളതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വ്യക്തിക്ക് ജയിൽ ചാടിക്കടക്കാൻ സാധിച്ചത് എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ സെല്ലുകൾ പരിശോധിച്ചപ്പോൾ മാത്രമാണ് അത് വ്യക്തമാകുന്നത് പോലും. അപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് രക്ഷപ്പെട്ടിട്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം, കൊടും കുറ്റവാളിയാണ് ഗോവിന്ദചാമി എന്ന ചാർലി തോമസ്. 22കാരിയായിരുന്ന സൗമ്യ എന്ന പെൺകുട്ടിയെ 2011 ഫെബ്രുവരി 1-നാണ് ട്രെയിൻ യാത്രയ്ക്കിടെ ഇയാൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. എറണാകുളത്ത് നിന്ന് ഷൊർണൂരേക്ക് വന്ന പാസഞ്ചർ ട്രെയിനിന്റെ വനിതാ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കടന്നാണ് ഈ ഗോവിന്ദചാമി സൗമ്യ ആക്രമിച്ചത്. അന്ന് സൗമ്യ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. ഈ വീഴ്ചയുടെ അതിക്രമത്തിന്റെ ഭാഗമായി സൗമ്യ കൊല്ലപ്പെട്ടതുമായിരുന്നു അത് പോലീസ് കണ്ടെത്തിയത്.
ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ന് മരണപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ വധശിക്ഷ ഹൈക്കോടതി ചെയ്തുവെച്ചെങ്കിലും സുപ്രീം കോടതിയാണ് പിന്നീട് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് അയാളുടെ വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കിയത്. ഇതിനും ആ കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം തടവ് ശിക്ഷയുമായി ബന്ധപ്പെട്ട തടവ് അനുഭവിച്ചു വരുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിലും അധികൃതരുടെ വീഴ്ചയാണെന്നുള്ള തന്നെയാണ് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇത്രയും സുരക്ഷിത ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഒരു തടവ് പുള്ളി ജയിൽ ചാടുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. കാരണം അതീവ സുരക്ഷയുള്ള ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയില്. മതിൽ ചാടി ജയിലിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത് ഒരു അസംഭവ്യമായ ഒരു കാര്യമാണ് എന്നൊരു കാര്യം തന്നെയാണ് വിലയിരുത്തൽ. കാരണം അത്രയേറെ ഉയരമുള്ളൊരു ജയിലാണ്. അതുകൊണ്ട് തന്നെ മതിലുകളുള്ള വലിയൊരു ജയിലാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് എത്തിയത് എന്നുള്ള കാര്യം തന്നെയാണ് ആളുകളെ സംബന്ധിച്ച് ഒരു സംശയം ജനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം മതിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പുറത്തു കിടക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എങ്ങനെ ഇയാൾ ജയിലിൽ പുറത്തേക്ക് കടന്നു എന്നുള്ളത് തന്നെയാണ് ഒരു സംശയം ജനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതായത് സംഭവവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ജയിലധികൃതർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ജയിൽ അധികൃതരുടെ സാധാരണഗതിയിൽ തലേദിവസം ഓരോ പ്രതികളും സെല്ലിനുള്ളിലേക്ക് കയറിയതിനു ശേഷം ഒരു പരിശോധന ഉണ്ടാവാറുള്ളതാണ്. അത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാൾ സെല്ലിനുണ്ടായിരുന്നോ, മറ്റാരുടെയെങ്കിലും സഹായം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ജയിലധികൃതർ പോലീസിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം കണ്ണൂർ ടൗൺ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടെന്നൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. രോഹിണി. അതെ മിഥുൻ, അതുമാത്രമല്ല നമുക്ക് ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിഷ്ഠൂരമായ ഒരു ആക്രമണമായിരുന്നു ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിന്റെ ഭാഗത്തു നിന്ന് സൗമ്യക്കെതിരെ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. 2011 നവംബർ 11 ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചത്. അത് സുപ്രീം കോടതിയിലെത്തിയപ്പോഴാകുന്ന ജീവപര്യന്തമായി ശിക്ഷ ചുരുങ്ങപ്പെട്ടത്. പക്ഷേ ഈ കാലയളവിൽ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ നൽകുന്ന അങ്ങേയറ്റം അതിക്രൂരമായ രീതിയിലാണ് സൗമ്യയെ കൊലപ്പെടുത്തിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചതായിരുന്നു. എന്ന് മാത്രമല്ല അന്ന് കോടതി ഈ ശിക്ഷാവിധി പ്രസ്താവിക്കവേ പറഞ്ഞത് ഈ പ്രതി ജീവിച്ചിരിക്കുന്നത് തന്നെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഭീഷണിയാണ് എന്ന തരത്തിലായിരുന്നു. അപ്പോൾ അത്രയും കൊടും ക്രിമിനലായ ഒരു വ്യക്തി ഒരു ജയിലിൽ നിന്ന്, അതും അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിപ്പോകുക എന്ന് പറയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് അധികൃതർ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഗുരുതരമായ ഒരു അനാസ്ഥയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വീഴ്ചയാണ് ഈ ജയിലധികൃതരെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് എന്ന് ഇതൊരു വ്യക്തത വന്നിട്ടില്ല. കാരണം ഇന്ന് രാവിലെ പരിശോധിച്ചപ്പോഴാണോ അല്ലെങ്കിൽ ഇന്നലെ രാത്രി തന്നെ അറിഞ്ഞതാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സംശയം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇന്നലെ രാത്രി തന്നെ ഈ സെല്ലിലേക്ക് കയറ്റുന്ന സമയത്ത് ഗോവിന്ദസ്വാമി ജയിലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയാണ് ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ഇല്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ജയിലധികൃതരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കാരണം ജയിലിനുള്ളിലുണ്ടായിരുന്ന ഒരു ജയിൽ പുള്ളി, അതും കൊടും കുറ്റവാളിയായ ഒരാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ജയിൽ അധികൃതരുടെ ഒരു വീഴ്ചയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുക. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നൊരു സാഹചര്യം തന്നെയാണുള്ളത്. വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാളിങ്ങനെ ജയിൽ ചാടിയെന്ന വിവരം ജയിൽ അധികൃതർ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. രോഹിണി.
അതോടൊപ്പം ഇതിൽ ഒരു വിശദീകരണം ജയിൽ അധികൃതർ നൽകിയേ മതിയാകുകയുള്ളൂ. ഒരു പക്ഷേ അവർ എപ്പോഴായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകുക എന്നറിയാൻ കഴിയുന്നുണ്ടോ? കാരണം ഇത് സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഇതിലിങ്ങനെ ഉദാസീന നിലപാട് പുലർത്തിക്കൊണ്ടുപോയാൽ സാധ്യമാകുന്നൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർക്ക് ഒരു വിശദീകരണം നൽകിയേ മതിയാകുകയുള്ളൂ എന്നുള്ളത് നിലനിൽക്കെ, അതോടൊപ്പം പോലീസ് ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ നടത്തുന്നത് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ടോ മിഥുൻ? ഇല്ല, അത് ജയിൽ ചാടി എന്ന വിവരം ഔദ്യോഗികമായി ജയിൽ അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുശേഷം ഇയാളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ ഇയാളെ എവിടെയെങ്കിലും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി പോലീസിനെ വിവരം അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജയിൽ അധികൃതർ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്രയും അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഒരു കൊടും കുറ്റവാളിയായ വ്യക്തി എങ്ങനെയാണ് ജയിൽ ചാടിയത്? അത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. കാരണം ഇയാൾക്ക് ഒരു കൈക്ക് സ്വാധീനം ഇല്ലാത്ത ഒരാളാണ് ഈ ഗോവിന്ദസ്വാമി. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് സുഗമമായി ജയിൽ ചാടി രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ്. അതായത് മതിൽ ചാടി രക്ഷപ്പെടുക എന്നുള്ളത് അസംഭവ്യമായ ഒരു കാര്യമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉള്ളത്. കാരണം അത്രയേറെ ഉയരമുള്ള മതിൽക്കെട്ടിനുള്ളിലാണ് ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അത്തരം ഒരു ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഇയാൾ പുറത്തു ചാടുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതക കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വിവരം. ഏതായാലും ഇതിന് മറുപടി പറയാനുള്ളത് സെൻട്രൽ ജയിൽ അധികൃതർ തന്നെയാണ്. എങ്ങനെയാണ് ഈ രക്ഷപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം നൽകേണ്ടത് ജയിൽ അധികൃതർ തന്നെയാണ്. രോഹിണി, അതോടൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ മിഥുൻ? കാരണം അങ്ങേയറ്റം കൊടും ക്രിമിനലാണ് ഇയാൾ. പുറത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൗമ്യയെ ഏത് രീതിയിലാണ് ഇയാൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ളത്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലേക്കും ഇയാൾ തയ്യാറാകും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ ഉടനീളം നൽകിയിട്ടുണ്ടോ പോലീസ് അധികൃതർ? നിലവിൽ ഇയാളെ എവിടെയെങ്കിലും ഇയാളുടെ ഫോട്ടോ അടക്കം വെച്ചാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പ്രചരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരാൾ ജയിൽ ചാടിയിട്ടുണ്ട് എന്ന് ജയിൽ അധികൃതർ സ്ഥിരീകരിക്കുന്നു. ഇയാളെ സംബന്ധിച്ച് എവിടെന്നെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ജയിൽ അധികൃതരെ അറിയിക്കണമെന്നൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്രചരിക്കുന്നത്. കാരണം ഇയാളുടെ ഏറ്റവും പുതിയ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടാണ് ഈ പോലീസ് വകുപ്പ് തന്നെ ജയിലധികൃതരുടെ ഈ വിവരങ്ങൾ പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും കണ്ടാൽ ആ വിവരം കൃത്യമായി പോലീസിനെ അല്ലെങ്കിൽ ജയിൽ അധികൃതരെയോ അറിയിക്കണം. അതിനുവേണ്ടി ഒരു നമ്പർ അടക്കം വെച്ചുകൊണ്ടാണ് ഈ ഒരു വിവരങ്ങൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2011 ഈ സൗമ്യ എന്ന 22 വയസ്സുകാരിയെ ക്രൂരമായി ഗോവിന്ദസ്വാമി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. അത്തരമൊരു കൊടും കുറ്റവാളിയെ വേണ്ടത്ര ഗൗരവത്തോടു കൂടിയാണോ ഈ ജയിലിൽ കഴിഞ്ഞിരുന്നത്? മാത്രമല്ല ഇത്രയും സുരക്ഷയുള്ള ജയിലിൽ നിന്ന് അയാളെ എങ്ങനെ പുറത്തുപോയി? ഈ നിലവിലുള്ള എണ്ണത്തിൽ കൂടുതൽ പ്രതികൾ ഉള്ളതാണോ ഇത്തരത്തിൽ പ്രതിസന്ധി ആയത് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. രോഹിണി, അത് മാത്രമല്ല അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നേരത്തെ തന്നെ മിഥുൻ പറഞ്ഞതുപോലെ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ പ്രതി എങ്ങനെ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൈക്ക് മാത്രമേ സ്വാധീനമുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് മാത്രമല്ല വളരെ ഉയരത്തിലാണ് ഇതിന്റെ മതിൽക്കെട്ടുകൾ. അപ്പോൾ അത് ചാടിക്കടക്കുക എന്നുള്ളത് അസംഭവ്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ കൃത്യമായ ആസൂത്രണം ഇയാൾ നടത്തിയിരുന്നു. ഇയാൾ ഈ സുരക്ഷാ വീഴ്ചകൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇയാൾ പുറത്തേക്ക് കടന്നത് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് ഒരാൾക്ക് പുറത്ത് കിടക്കാൻ വേണ്ടി സാധിക്കുക? അത് ഇയാളെ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തിറക്കാറുണ്ടായിരുന്നോ? ഈ കൊടും കുറ്റവാളി ആയതുകൊണ്ട് തന്നെ ഈ പുറം ജോലികൾക്ക് ഇയാളെ ഉപയോഗിക്കാറുണ്ടോ എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കുഴപ്പക്കാരല്ലാത്ത ആളുകളെ ജയിലിൽ പുറം പണിക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ ഈ പുറം പണിക്ക് ഇയാളെ ഇറക്കാറുണ്ടോ എന്നടക്കമുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇയാൾ കൊടും കുറ്റവാളി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു കഴിഞ്ഞു. കാരണം ഈ എങ്ങനെ ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ, ഇത് മാത്രമല്ല നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത്.
ഈ TP വധക്കേസിലെ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികൾ ഉൾപ്പെടെ കണ്ണൂർ സെൻട്രൽ ജയിലുണ്ട്. അത്തരത്തിൽ അതീവ സുരക്ഷയുള്ള ഒരു ജയിൽ, കൊടും കുറ്റവാളികളുള്ള ഒരു ജയിൽ, ആ ജയിലിൽ നിന്ന് എങ്ങനെ ഇത്തരത്തിൽ ഒരു കൊടും കുറ്റവാളി പുറത്ത് ഇറങ്ങി, അതിന് ഏത് വഴി പുറത്തിറങ്ങി എന്നുള്ളത് ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അതിനും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും അതുപോലെ തന്നെ ജയിൽ അധികൃതരും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇയാൾ ഏത് വഴി പുറത്തിറങ്ങിയെന്ന പരിശോധനയാണ് പ്രധാനമായും നടത്തുന്നത്. ഇയാൾ ജയിലിൽ നിന്ന് ചാടി എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രോഹിണി, അതോടൊപ്പം ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്നറിയാൻ കഴിയുന്നുണ്ടോ മിഥുൻ? കാരണം വളരെ പെട്ടെന്ന് തന്നെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ വേണം ഇത്തരത്തിലൊരു കൊടും ക്രിമിനലിനെ പിടികൂടാൻ. അതുകൊണ്ട് അത്രയും സന്നാഹങ്ങളുമായി തന്നെ പോലീസ് തയ്യാറെടുത്ത് കഴിഞ്ഞോ എന്നുള്ളതാണ് അറിയാൻ കഴിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക സൂചനകൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായും ഇയാളുടെ നമ്മളിപ്പോൾ ചാനലിൽ കാണിക്കുന്നത് ഗോവിന്ദസ്വാമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഫോട്ടോയാണ്. ആ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെയാണ് ജയിലധികൃതർ ഈ ഒരു വിവരങ്ങൾ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു രൂപത്തിലുള്ള ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ വിവരം അറിയിക്കണം. ഗോവിന്ദസ്വാമി എന്ന ചാർലി തോമസ് പുറത്ത് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ കൃത്യമായി അധികൃതരെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഇപ്പോൾ വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം കൊടും കുറ്റവാളിയാണ്. ആ കൊടും കുറ്റവാളിയായ ഒരാൾ ജയിൽ ചാടുമ്പോൾ സ്വാഭാവികമായും ഏത് രീതിയിലായിരിക്കും അയാളുടെ പ്രതികരണം അല്ലെങ്കിൽ പ്രവൃത്തി ഉണ്ടാവുക എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇയാളെ കുറിച്ച് വിവരം കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അധികൃതർക്ക് അറിയിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ജയിലിൽ നിന്ന് ലഭ്യമാകുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ തുടരുകയാണ്. കാരണം കൊടും കുറ്റവാളി എന്ന് പറയുമ്പോൾ അയാൾ സൗമ്യ എന്ന 22-കാരിയെ ഏത് രീതിയിലാണ് ഉപദ്രവിച്ചത് എന്നുള്ളത് കേരളം സമൂഹം കണ്ട് ആ വാർത്ത കേട്ട് ഞെട്ടിയതാണ്. അത്തരത്തിലൊരു ക്രൂരമായ ചിന്താഗതിയുള്ള ഒരാൾ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും അത് സമൂഹത്തിന് ദോഷം ചെയ്യുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിനും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ഈ കൊടും കുറ്റവാളി ഇത്ര ലാഘവത്തോടു കൂടിയാണോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർ കൈകാര്യം ചെയ്തിരുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം അയാൾക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജയിൽ ചാടാൻ സാധിച്ചത്, ജയിലിൽ നിന്ന് അയാൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്? അത് തന്നെയാണ് ഏറ്റവും ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. കാരണം അതീവ സുരക്ഷയുള്ള ജയിലിൽ, അതും ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് എത്ര എളുപ്പത്തിൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുക എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഇതിന് സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ സുരക്ഷാ ജയിലിലെ വീഴ്ചയാണോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, രോഹിണി.